വെൽക്കം ബാക്ക് സിഡ് ഗെയിം അറ്റാച്ച്. ഞാനിന്ന് വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി Z3 ഫോൾഡ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പെർഫോമൻസിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ക്വാൽകോഗൺ സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. 3mm ഫാബ്രിക്കേഷനും ഈ ഫോണിൽ വരുന്നുണ്ട്. 16 GB റാമാണ് ഈ ഫോണിൽ വരുന്നത്. റാം ടൈപ്പ് നോക്കുകയാണെങ്കിൽ LPDDR5X റാം ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് മെയിൻ ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ഇഞ്ചിൻ്റെ സൈസാണ് വരുന്നത്. 1600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ബെസൽലെസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് മെയിൻ ഡിസ്പ്ലേ വരുന്നത്. ഇനി കവർ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 6.5 ഇഞ്ചിൻ്റെ ചെറിയ ഡിസ്പ്ലേ സൈസാണ് നൽകിയിട്ടുള്ളത് വലിയ സൈസ് വെച്ച് നോക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 2 പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തതായി തന്നെ നമുക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 200 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയാണ് ആദ്യം തന്നെ നൽകിയിട്ടുള്ളത്. രണ്ടാമതായി വരുന്നത് 12.0 MB സെക്കൻഡറി ടെലിഫോട്ടോ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഇനി മൂന്നാമതായി നോക്കുകയാണെങ്കിൽ 10.0 MB ടെലിഫോട്ടോ ലെൻസാണ് മൂന്നാമതായി നൽകിയിട്ടുള്ളത്. ക്യാമറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ OS സപ്പോർട്ടോട് കൂടിയാണ് ഈ ക്യാമറ വരുന്നത്. ഹൈ ഡൈനാമിക് റേഞ്ച് മോഡ്, അതായത് HDR മോഡ് വീഡിയോ റെക്കോർഡിങ്ങും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്യാമറ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ 13x ഡിജിറ്റൽ സൂമും 2x ഒപ്റ്റിക്കൽ സൂമും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ പ്രൈമറി 10 MB വൈഡ് ആംഗിൾ ലെൻസാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഫ്ലാഷ് ഇതിൽ ലഭ്യമാണ്. 5600 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ക്വിക്ക് ചാർജിങ് നോക്കുകയാണെങ്കിൽ 45 വോൾട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 50% ആവണമെങ്കിൽ 30 മിനിറ്റാണ് വേണ്ടത്. ഇനി നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു മറുപടിയാണ് തരാനുള്ളത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ട് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. റിവേഴ്സ് വയർലെസ് ചാർജിങ് വളരെ സ്ലോ ആകാൻ സാധ്യതയുണ്ട്. കാരണം 4.5 വോൾട്ട് മാത്രമാണ് ഫാസ്റ്റ് ചാർജിങ് എന്ന റിവേഴ്സ് ചാർജിങ് നൽകിയിട്ടുള്ളത്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്നതല്ല. മറ്റ് ഫോണുകളിൽ വരുന്ന എല്ലാ സ്പെസിഫിക്കേഷൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറും വരുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് സെൻസറിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സൈഡ് ഫിംഗർ പ്രിൻ്റ് സെൻസറാണ് നൽകിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിനെ കുറിച്ച് പറയാനുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ആ ഓരോ അപ്ഡേറ്റുകളുമായി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും.